കോഴിക്കോട് അമ്മിണി എന്ന സ്ത്രീയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് പണവും മൊബൈലും മോഷ്ടിച്ച UP ഗാസിയാബാദ് സ്വദേശി മുഹമ്മദ് സൈഫ് അസ്ഗർ അലി ചൗധരി പോലീസ് പിടിവീഴില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു മോഷ്ടാവ്. കാസർഗോഡ് നിന്നാണ് മുഹമ്മദ് സൈഫിനെ പോലീസ് സാഹസികമായി കസ്റ്റഡിയിലെടുത്തത്. ഏകദേശം 30ഓളം കേസിൽ പ്രതിയായിട്ടുള്ള മുഹമ്മദ് സൈഫ് എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനലിനെയാണ് നമ്മൾ ഇന്ന് വെളുപ്പിന് കാസർഗോഡ് ഭാഗത്തു നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവനോട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തന്ത്രപൂർവമായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. അതിക്രൂരമായി തൃശൂർ സ്വദേശി അമ്മിണിയെ ആക്രമിച്ച് മോഷണം നടത്തി കടന്നുകളഞ്ഞയാളെ പല സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് പിന്തുടരുന്നുണ്ടായിരുന്നു. താൻ പിടിയിലാകില്ലെന്ന തികഞ്ഞ വിശ്വാസത്തിലായിരുന്നു ക്രിമിനലായ മുഹമ്മദ് സൈഫ് അസ്ഗർ അലി ചൗധരി. മംഗലാപുരത്തേക്കുള്ള യാത്രക്കിടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മുഹമ്മദിനെ പോലീസ് കീഴ്പ്പെടുത്തിയത്. കോഴിക്കോട് നിന്നുള്ള റെയിൽവേ പോലീസും RPF ക്രൈം സ്ക്വാഡും ഗവൺമെന്റ് റെയിൽവേ പോലീസ് ഫോഴ്സും അടങ്ങുന്ന പ്രത്യേക സംഘമാണ് മോഷ്ടാവിനെ ഞായറാഴ്ച രാവിലെ പിടികൂടിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30-ക്കാണ് ഞെട്ടിക്കുന്ന ആക്രമണം നടന്നത്. സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്നു അമ്മിണി എന്ന സ്ത്രീ. യാത്രക്കിടെ അമ്മിണിയുടെ പണമടങ്ങിയ ബാഗും മൊബൈൽ ഫോണും തട്ടിപ്പറിക്കാൻ ശ്രമമുണ്ടായി. S1 കമ്പാർട്ട്മെന്റിൽ യാത്ര തുടരുന്നതിനിടെ കോഴിക്കോട് സ്റ്റേഷൻ വിട്ട് ഫ്രാൻസിസ് റോഡ് മേൽപ്പാലത്തിന് അടുത്തെത്തിയപ്പോഴാണ് കള്ളൻ അമ്മിണിയെ ആക്രമിച്ചത്. സഹോദരൻ ശുചിമുറിയിലേക്ക് പോയ തക്കം നോക്കിയായിരുന്നു അതിക്രമം. പ്രതിരോധിച്ച അമ്മിണിയെ ട്രാക്കിലേക്ക് ചവിട്ടിയിട്ട ശേഷം പണവും മൊബൈലുമായി മുഹമ്മദ് സൈഫ് അസ്ഗർ അലി ചൗധരി കടന്നുകളയുകയായിരുന്നു. വീഴ്ചയിൽ അമ്മിണി ജോസിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന അന്വേഷണ സംഘം പനവേൽ വരെ എത്തിയിരുന്നു. എന്നാൽ മോഷ്ടാവ് തിരികെ കേരളത്തിലേക്ക് എത്തിയെന്ന നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇയാൾ യാത്ര ചെയ്ത വഴികൾ പിന്തുടർന്നാണ് ഒടുവിൽ പോലീസ് മോഷ്ടാവിനെ വലയിലാക്കിയത്. വയോധികയുടെ കയ്യിൽ നിന്ന് കവർന്ന പണവും ആധാർ ബാങ്ക് കാർഡുകളും ഗാസിയാബാദ് സ്വദേശി മുഹമ്മദിൽ നിന്ന് കണ്ടെടുത്തു. ആയുധം കൈവശം വയ്ക്കൽ, മയക്കുമരുന്ന് കച്ചവടം, വഞ്ചനാ കുറ്റം തുടങ്ങി 30 കേസുകളിൽ മുഹമ്മദ് സൈഫ് പ്രതിയാണ്. ഭീഷണിപ്പെടുത്തി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. മോഷണം നടത്തുന്നതിന് പിന്നാലെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടിയോടാൻ കഴിയുന്നയാളാണ് പിടിയിലായതെന്ന് കേരള റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ സുധീർ മനോഹർ അറിയിച്ചു. അല്ല, ഇയാൾക്ക് കൂടുതലുള്ളത് റോബറി കേസുകളാണ്. 392 അതായത് 2024 റോബറി കേസുകളാണല്ലോ. അതായത് ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ സാധനം കിട്ടിയില്ലെങ്കിൽ അവരെ എന്തെങ്കിലും ആക്രമിച്ചോ പണം കവരുന്ന രീതിയാണല്ലോ. അതുകൂടാതെ ഇയാൾക്ക് ചീറ്റിംഗ് കേസുണ്ട്, NDPS ആക്ട് കേസുണ്ട്. അത് ഗാസിയാബാദാണ്. അതുകൂടാതെ ആംസ് ആക്ട് കേസുമുണ്ട്. റെയിൽവേ പോലീസ് സൂപ്രണ്ട് അരുൾ RB കൃഷ്ണയുടെയും പാലക്കാട് റെയിൽവേ ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷണർ നവീൻ പ്രശാന്തിന്റെയും നേതൃത്വത്തിൽ 17-അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത്. കോഴിക്കോട് നിന്ന് കവർച്ച നടത്തിയതിനു പിന്നാലെ തീവണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ പ്രതി പിന്നാലെ എത്തിയ അന്ത്യോദയ എക്സ്പ്രസിൽ കയറി മംഗലാപുരത്തേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് പൂനെയിലേക്കുള്ള ട്രെയിനിൽ കയറി പനവേലിൽ മുഹമ്മദ് സൈഫ് ഇറങ്ങിയ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. മുഹമ്മദ് സൈഫ് അസ്ഗർ അലി ചൗധരിയെ കോഴിക്കോട് എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ന്യൂസ് മലയാളം, കോഴിക്കോട്. പത്തനംതിട്ട കൂടലിൽ യുവാവിനെ വീടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൂടൽ പയറ്റുവിള സ്വദേശി രാജനാണ് മരിച്ചത്. അയൽവാസിയും സുഹൃത്തുമായ അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച രാവിലെയാണ് രാജനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ ഒരു ബന്ധുവാണ് രാജനെ വീടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. വയറിലും ശരീരമാകെയും കുത്തുകൊണ്ട അവസ്ഥയിലായിരുന്നു രാജന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി സുഹൃത്തും അയൽവാസിയുമായ അനിലിനൊപ്പമാണ് രാജൻ വീട്ടിലെത്തിയത്. മരണം പുറത്തറിഞ്ഞതിന് പിന്നാലെ അനിലിനെ കാണാതായി. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും രാജന്റെ മൃതശരീരം കണ്ടെത്തിയ വീട്ടിലെത്തി പരിശോധന നടത്തി. തുടർന്ന് മൊബൈലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജന്റെ സുഹൃത്ത് അനിലിലേക്ക് പോലീസ് എത്തുന്നത്.
കൊല്ലം കൊട്ടാരക്കര ഭാഗങ്ങളിൽ സഞ്ചരിച്ച അനിൽ കൂടലിലെത്തിയതോടെ പോലീസ് പിടികൂടുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അനിലിനെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.